സത്യത്തെ അനീതി കൊണ്ട് മറച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നുണയെ 10 പ്രാവശ്യം സത്യമാണെന്ന് പറഞ്ഞാൽ അത് സത്യമായി ധരിക്കുമെന്നാണ് ആളുകൾ പറഞ്ഞു കേൾക്കാറുള്ളത്. അങ്ങനെ എത്ര വ്യാജ നുണകൾ ഈ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുന്നൊരു കാര്യമാണ്. സത്യം ഒരു വശത്ത് മൂടി വെക്കപ്പെട്ട് സത്യത്തെ തമസ്കരിച്ച് സത്യത്തെ ഇല്ലാതെയാക്കി അനീതി മാത്രം പ്രവർത്തിച്ച് സമൂഹത്തിൽ സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ സമൂഹം കൊടുക്കുന്ന ഒരു വിലയാണ് എങ്ങനെ ആയാലെന്താ, സമൂഹത്തിന് ഗുണം ചെയ്യുന്നില്ല. അപ്പം സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അസത്യം സത്യമായി, അനീതി നീതിയായി. അപ്പം മനുഷ്യൻ്റെ ഒരു വിചാരമാണ് അവൻ്റെ ജീവിതത്തിൽ ഏത് അനീതിയെയും നീതിയാക്കി മാറ്റാമെന്നുള്ള അവൻ്റെ വിചാരം. അല്ലെങ്കിൽ സാത്താൻ അവനെ അങ്ങനെ പഠിപ്പിക്കുന്നു, പ്രലോഭിപ്പിക്കുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിൻ്റെ കോപം സത്യത്തെ അനീതി കൊണ്ട് മറച്ചു കളയുന്ന മനുഷ്യരുടെ സകല അനീതിക്കും ദുഷ്ടതയ്ക്കുമെതിരായി ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. യേശു തന്നെ പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നയാളാന്ന് പറയും. പീലാത്തോസിന്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോൾ നീ ഇസ്രായേലിന്റെ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടി, ഞാൻ സത്യത്തിന്റെ രാജാവാണെന്നാണ്. പീലാത്തോസ് ചോദിക്കുന്നത് എന്താ പറയുക, നീ സത്യം എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. പീലാത്തോസിന്റെ ആ ചോദ്യം ഒരു എന്താ പറയുന്നത്, ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടതാണ്. ഒരു കോടതിയാണ്, പീലാത്തോസിന്റെ കോടതിയാണ് ചോദിക്കുന്നത്. പ്രതിയാക്കപ്പെട്ട് കൊണ്ടു നിർത്തിയിരിക്കുന്ന ആളോട് നീ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ, നീ ഇസ്രായേലിന്റെ രാജാവാണെന്ന് പറയുന്നില്ലേ, നീ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ സത്യത്തിന്റെ രാജാവാണ്. ഇസ്രായേലിൽ സത്യമുണ്ടെങ്കിൽ ഞാൻ സത്യത്തിന്റെ രാജാവ്. എവിടെ സത്യമുണ്ടോ ആ സത്യത്തെ അന്വേഷിക്കുന്നവരെയും ആ സത്യം പ്രവർത്തിക്കുന്നവരെയും ഭരിക്കുന്നവൻ. സഭയിലെ മക്കളായ നാം ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ ഓരോ അവയവങ്ങളാകയാൽ നമ്മളെല്ലാവരും വിശദീകരിക്കപ്പെടുമ്പോഴാണ് സഭ സത്യമാകുന്നത്. അല്ലെങ്കിൽ സഭ സത്യമാകുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കോപം വരുന്നത്. കാരണം ദൈവത്തിൻ്റെ സഭ സത്യമുള്ളതായിരിക്കണം. മണവാളനോട് സത്യം പറയുന്നവളാണ് ഉത്തമ മണവാട്ടി. മണവാട്ടിയെ ജീവന തുല്യം സ്നേഹിക്കുന്നവനാണ് ഉത്തമ മണവാളൻ.